ഷംസീർ കൂടി ചേരുന്നുണ്ട്. ഷംസീർ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കുടുംബത്തിനെയായിട്ട് അറിയിക്കുന്നുണ്ടോ അവിടെ നിന്ന്? ഇപ്പോൾ എന്താണ് മറ്റു നീക്കങ്ങൾ? നേരത്തെ ഇപ്പം സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ അവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള അഭ്യർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. എന്തെങ്കിലും ഫലം കാണുന്നുണ്ടോ? ധന്യ, പോസിറ്റീവായ ചില പ്രതികരണങ്ങൾ അവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് കുടുംബത്തിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന പ്രതികരണം. നമ്മൾ അർജുന്റെ സഹോദരിയുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ള ബന്ധുക്കൾ വിളിച്ചറിയിച്ചത് മെറ്റൽ ഡിറ്റക്ടറും ഒപ്പം തന്നെ നാവികസേനയുടെ ഒക്കെ സേവനങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നറിയുന്നു. അർജുൻ അകപ്പെട്ടു എന്ന് കരുതുന്ന ആ മേഖലയിൽ ഇപ്പോൾ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്നും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. ആ തരത്തിൽ പ്രതീക്ഷയോട് കൂടിയാണ് കുടുംബം ഇപ്പോഴും കാത്തിരിക്കുന്നത്. രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. കാരണം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും വേണ്ട രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കാത്തതിലും വേണ്ട നടപടികൾ ഉണ്ടാകാത്തതിലും വലിയ നിരാശയും ആശങ്കയും ഒക്കെ കുടുംബം പങ്കുവെക്കുന്നതാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കുറെ കൂടി ദ്രുതഗതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് കുടുംബത്തിന് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു കൂടിയുണ്ട്. ഏതായാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണാട്ടിക്കരിയിലെ അർജുന്റെ കുടുംബമുള്ളത്. അർജുന്റെ ഭാര്യയും സഹോദരിയും അമ്മയും ഒക്കെ ആ പ്രതീക്ഷ പങ്കുവെക്കുകയാണ്. ഇന്നലെയും ഇന്നും അർജുനെ വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അവർ പറയുന്നത്. മാത്രമല്ല, ഈ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി അത് ഭാരത് ബെൻസിന്റെ അത്യാധുനിക സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ലോറിയാണ്. അപ്പോൾ അതിന്റെ എൻജിൻ ഇന്നലെ രാത്രി വരെ ഓൺ ആയിരുന്നുവെന്നും അറിയുന്നു. അപ്പോൾ അർജുൻ ജീവനോടെ ഉണ്ട്, സുരക്ഷിതമായി തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്ന കാര്യം. ഒന്ന്, GPS സംവിധാനം വർക്കാവുന്നു എന്നുള്ളത്, മറ്റൊന്ന് ഫോണിൽ ഇടയ്ക്ക് വിളിക്കുമ്പോൾ റിംഗ് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇപ്പോഴും ആ സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് അവിടെ കടന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പിന്നീട് ഇവർ വിളിച്ചു നോക്കിയിരുന്നോ ഫോണിലേക്ക്? ധന്യ, 2 തവണ മാത്രമാണ് ഫോൺ റിംഗ് ചെയ്തത്. നിരന്തരം അവർ വിളിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പലപ്പോഴും കാണിച്ചത്. എന്നാൽ 2 തവണ, ഇന്നലെ രാവിലെ 11 മണിക്കും ഇന്ന് രാവിലെയും വിളിച്ചപ്പോഴാണ് ഫോൺ റിംഗ് ചെയ്തത്. എന്നാൽ മറുതലക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കിത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ ഫോണിനടുത്ത ആളുണ്ടോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മണ്ണിനടിയിലാണ് ആയതുകൊണ്ട് തന്നെ റേഞ്ച് കട്ടാവുന്നതാണോ അതോ ഫോൺ ആരെങ്കിലും സ്വിച്ച് ഓഫ് ആക്കിയതാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും GPS സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയാണ് വാഹനമെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരച്ചിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് തെരച്ചിൽ ആ പ്രദേശത്തേക്ക് കൊണ്ടെത്തിക്കാൻ ഈ GPS സംവിധാനം പ്രവർത്തിച്ചത്. ഷംസീർ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധിയാണ്. ഈ മലയോട് ചേർന്നുള്ള മണ്ണിടിക്കലും രക്ഷാപ്രവർത്തനവും ഒക്കെ വളരെ ദുർഘടമാണ്. അവിടെ പ്രതികൂല കാലാവസ്ഥ കൂടി ആയതുകൊണ്ട് കൂടുതൽ മണ്ണിടിയുമോ എന്നൊക്കെ രക്ഷാപ്രവർത്തകർക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം തടസ്സമാകുന്നത് എന്നൊക്കെയാണ് എക്സ്പേർട്സ് നമ്മളോട് പ്രതികരിക്കുന്നത്.